നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ മദ്യപ സംഘത്തിന്റെ ശല്യമെന്നു പരാതി. കടകൾക്കുള്ളിലും പാർക്കിംഗ് ഗ്രൗണ്ടിലും മദ്യപരുടെ അഴിഞ്ഞാട്ടം പതിവെന്ന് തീർത്ഥാടകർ. സംഭവത്തിൽ പോലീസ് ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ആക്ഷേപമുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പോലീസ് ഉണ്ടാകും, വാഹനങ്ങൾ ക്രമീകരിക്കാൻ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകും. എങ്ങനെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്ത് പമ്പയിലേക്ക് പോകുന്ന രീതി അവസാനിപ്പിക്കാൻ നിരീക്ഷണം ഉണ്ടാകണം. അവിടെയാണ് കിട്ടുന്ന സമയങ്ങളിൽ മദ്യപ സംഘം അഴിഞ്ഞാടുന്നത്, അല്ലേ? കൃഷ്ണരാജ്, തീർത്ഥാടകർക്ക് അലോസരമുണ്ടാക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മദ്യപ സംഘത്തിന്റെ വലിയ അഴിഞ്ഞാട്ടം ഈ മേഖലയിൽ നടക്കുന്നു എന്ന് തീർത്ഥാടകർ പരാതി ഉന്നയിക്കുന്നത്. തീർത്ഥാടകർ മാത്രമല്ല, അട്ടത്തോട് ഉൾപ്പെടെയുള്ള പരിസരവാസികളും ഈ മണ്ഡലകാലം തുടങ്ങിയതിനു ശേഷം തീർത്ഥാടക സംഘത്തിന് അലോസരമുണ്ടാക്കുന്ന രീതിയിൽ മദ്യപ സംഘം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ള പരാതികൾ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. പോലീസ് ഇടപെടൽ കാര്യക്ഷമമല്ല എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി മദ്യപ സംഘം പാർക്കിംഗ് ഗ്രൗണ്ട് 3-ലെ ഹോട്ടലിന് മുന്നിൽ തർക്കങ്ങളും സംഘർഷവും ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ടും പാർക്കിംഗ് ഏരിയയോട് ചേർന്നുള്ള പാർക്കിംഗ് 3-ാം ഗ്രൗണ്ടില് ഹോട്ടലിനോട് മുൻഭാഗത്തായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വാക്കുതർപ്പവും അസഭ്യവർഷങ്ങളും വലിയ രീതിയിൽ ഉയരുന്നുണ്ട്, സംഘർഷം ഉണ്ടാകുന്നുണ്ട്. കടയ്ക്കുള്ളിൽ നിന്നും സംഘർഷം തുടങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ മദ്യപ സംഘം. തുടർന്ന് കടയ്ക്ക് പുറത്തും വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് തീർത്ഥാടകർക്ക് ഉണ്ടാക്കുന്നത്, വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ആഹാരം ഉൾപ്പെടെ സമാധാനത്തോടെ വിശ്രമിക്കുന്നതിനുള്ള സാഹചര്യം വരെ അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് തീർത്ഥാടകർ പരാതി പറയുന്നത്. ഈ ഹോട്ടലുകളിലെ ജീവനക്കാരടക്കം മദ്യപിച്ചെത്തുന്നതായി പരാതി ഉണ്ട്. തീർത്ഥാടകർക്ക് ഹോട്ടൽ ജീവനക്കാർ മദ്യപിച്ചാണ് ഭക്ഷണം വിളമ്പുന്നതെന്നും തീർത്ഥാടകർ പരാതി പറയുന്നു. ഇത് നിരന്തര സംഭവമാണെന്നുമുണ്ട്. പക്ഷേ പോലീസിലും എക്സൈസിലും വിവരം അറിയിക്കുമ്പോൾ അവർ അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങുന്നതല്ലാതെ അതിന് കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് തീർത്ഥാടകർ ഉന്നയിക്കുന്ന പരാതി. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ പോലീസ് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം, സ്ഥിതിഗതികൾ സമാധാനപരമാക്കിയതിനു ശേഷം അവർ മടങ്ങുകയാണ്. ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം പോലീസ് ഇടപെടലിലൂടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ആവർത്തിക്കാൻ കാരണമായിട്ടും തീർത്ഥാടകർ പറയുന്നത്. ഇന്നലെ വൈകിട്ട് 7 മണിയോട് കൂടിയാണ് പാർക്കിംഗ് ഗ്രൗണ്ട് 3-ലെ ഹോട്ടലിന് മുന്നിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം ഉണ്ടാകുന്നത്. അവിടെ കയ്യേറ്റം ഉണ്ടാകുന്നുണ്ട്, വലിയ രീതിയിലുള്ള അസഭ്യ വർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സംഘർഷം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് അവസാനിപ്പിക്കുന്നതിന്, സമാധാനപരമായിട്ടുള്ള ഒരു തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനുള്ള സങ്കേതങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് നിലയ്ക്കൽ. അവിടെ സമാധാനപരമായി വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകർക്ക് അലോസരം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഗുരുതര വീഴ്ചയാണ് എന്നുള്ളതാണ് തീർത്ഥാടകർ ഉന്നയിക്കുന്ന പരാതി. ഇത് അട്ടത്തോട് ഉൾപ്പെടെ പല മേഖലകളിലും നിലയ്ക്കലിനോട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാം തീർത്ഥാടകരെ അലോസരപ്പെടുത്തിയും നാട്ടുകാരെ അലോസരപ്പെടുത്തിക്കൊണ്ട് മദ്യപ സംഘം തമ്പടിക്കുന്നു എന്നുള്ള പരാതിയുമുണ്ട്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ ഹോട്ടലിലെ ജീവനക്കാരടക്കം മദ്യപിച്ചെത്തുന്നു. ഹോട്ടലിലെ ജീവനക്കാർ മദ്യപിച്ച് തീർത്ഥാടകർക്ക് ഭക്ഷണം വിളമ്പുന്നു. ഹോട്ടലുകൾക്കുള്ളിലും മദ്യപിച്ചെത്തുന്ന ഹോട്ടൽ ജീവനക്കാരും മദ്യപ സംഘവും തമ്മിലുള്ള തർക്കങ്ങൾ പതിവാകുന്നു എന്നുള്ളതാണ്. ഇതിനൊരു പരിഹാരമാണ് തീർത്ഥാടകർ ആവശ്യപ്പെടുന്നത്. സമാധാനപരമായി വിശ്രമിക്കുന്നതിനും സമാധാനപരമായി യാത്ര ചെയ്യുന്നതിനും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും വാഹനങ്ങൾ മാറ്റുന്നതിനും ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് സമാധാനപരമായിട്ടുള്ള തീർത്ഥാടനം സാധ്യമാകുന്നതിനും ഇതിനൊരു പരിഹാരം കാണണം. നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ മദ്യപ സംഘത്തിന്റെ ശല്യമെന്ന് പരാതി. പോലീസ് വരുന്നു, ഈ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, തിരികെ പോകുന്നു. സ്ഥിരമായി അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.